പക്ഷേ അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട് ഒന്നും കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തു നിന്ന് പോസിറ്റീവായ സിഗ്നൽ ഉണ്ടായിട്ടില്ല. ഇന്ന് പാർലമെൻറ്റിൽ അപൂർവമായിട്ടൊരു നടപടിക്രമം ഉണ്ടായി. ഒരു ചോദ്യം റെയിൽവേ മന്ത്രിയോട് നേരിട്ട് ചോദിക്കുന്ന അവസ്ഥ വന്നപ്പോൾ റെയിൽവേ മന്ത്രി അപ്പോഴും കൃത്യമായി മറുപടി പറയുന്നില്ല. ഈ ശ്രീധരൻ ഓഫീസ് തുടങ്ങിയതിനെ പറ്റി പറഞ്ഞപ്പോൾ അത് സ്വാഗതാർഹമാണെന്നാണ്. ഓഫീസ് തുടങ്ങിയതുകൊണ്ട് കാര്യമായോ? പദ്ധതിക്ക് അനുമതി വേണ്ടേ? പദ്ധതി ഈ ശ്രീധരൻ എന്ന വ്യക്തിയാണോ ആരംഭിക്കേണ്ടത്? പദ്ധതിയുടെ പ്രഖ്യാപനം കേന്ദ്ര ഗവൺമെൻറ്റിലെ നടത്തേണ്ടത്. അത്തരം പ്രഖ്യാപനം നടത്തുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് അതിൽ വഹിക്കേണ്ട പങ്കില്ലേ? ആ കാര്യങ്ങളിലുള്ള ധാരണ എന്താണ്? ഇതെല്ലാം നേരത്തെ നമ്മൾ ആവശ്യപ്പെട്ട പദ്ധതിയുടെ കാര്യം. ഇപ്പോൾ അതിവേഗ റെയിൽ 7 എണ്ണം പ്രഖ്യാപിച്ചു. രാജ്യത്ത് 7 അതിവേഗ റെയിൽ നാം നിരന്തരം ആവശ്യപ്പെടുന്നു. കേരളം ആ പട്ടികയിലില്ല. കേരളത്തെ ഒഴിച്ചു നിർത്തി. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമുക്കെന്താണ് കുറവ്? എന്താണ് നമ്മളെ മാറ്റി നിർത്തുന്നതിൻ്റെ അർത്ഥം? എന്തുകൊണ്ടാണ് അർഹതപ്പെട്ട കാര്യങ്ങളിൽ കേരളത്തെ നിഷേധിക്കുന്നത്? ഇവിടെ BJPക്ക് കേരള സംസ്ഥാനത്തോട് പ്രത്യേകമായ വൈമുഖ്യമുണ്ട് എന്ന് നമുക്കറിയാം. കാരണം കേന്ദ്ര ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന BJP, ആ BJPക്ക് നേതൃത്വം കൊടുക്കുന്ന RSS ഇതിനോടൊന്നും വലിയ മമത പുലർത്തുന്ന ഒരു സമൂഹമല്ല നമ്മുടെ കേരളം, കേരളീയ സമൂഹം. ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഒരു നാടാണിത്. അത് തനിയെ ഉണ്ടായതല്ല. ശ്രീനാരായണ ഗുരുവടക്കം നവോത്ഥാന നായകർ നേതൃത്വം കൊടുത്ത് നമ്മുടെ കേരളത്തിൽ LDFന്റെ മധ്യമേഖല ജാഥ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ്.